അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റൈഡ് പോകുന്നത് വയനാട് ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വയനാട്ടിൽ തന്നെ അടിപൊളി നല്ല ഗ്രാമപ്രദേശമാണ് ചേകാടി. അപ്പോൾ ചേകാടിയിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ചായ മാത്രമല്ല, ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഷിറു അവിടെ ഒരു കടയിൽ ചോറൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ സമയം 8:30 മണിയായിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു ഉച്ചയാകുമ്പോഴേക്കേ അവിടെ എത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് നമ്മൾ വയനാടിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇപ്പോൾ രാവിലെയെല്ലാം നല്ല സൂര്യപ്രകാശവും ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2-2:30 മണിയാകുമ്പോഴേക്ക് പിന്നെ നല്ല കാർമേഘവും ഇടിയും മിന്നും മഴയെല്ലാമാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും വരുമ്പോൾ നല്ല ഇടിയും മിന്നും മഴയെല്ലാം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻ കോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടാങ്ക് ബാഗ് കാണുന്നത്. അല്ലാണ്ട് നമ്മളിന്ന് സ്റ്റേക്ക് വേണ്ടി പോകുന്നതല്ല. നമുക്ക് ശരിക്കും വയനാട്ടിലേക്ക് 2 റൂട്ടിലൂടെ പോകാം. ഒന്ന് പാൽച്ചുരം വഴിയും അതുപോലെ തന്നെ ഒന്ന് കൂത്തുപറമ്പ് വഴിയാണ്. അപ്പോൾ പാൽച്ചുരം വഴിയാണെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റവും ഇറക്കമുള്ള ഒരു റൂട്ടാണ്. പിന്നെ അതുപോലെ രണ്ടാമത്തത് വരുന്നത് നെടുമ്പൊയിൽ വഴിയാണ്. അപ്പം നെടുമ്പൊയിൽ വഴിയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ വരാൻ വിചാരിക്കുന്നു. പോകുമ്പോൾ നമ്മൾ പാൽച്ചുരം വഴിയും തിരിച്ചു വരുമ്പോൾ നെടുമ്പൊയിൽ വഴിയാണ്. നമ്മളെ നാട് നല്ല പുഴയിലും ചുറ്റപ്പെട്ടിട്ടുള്ള നാടാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം നമ്മളെ നാടിനെ കുറിച്ചുള്ള ഒരു വ്ളോഗ് എന്തായാലും ചെയ്യണം. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നമ്മളെ നാടിനെ കുറിച്ചുള്ള വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സമയം 11 മണിയാകുമ്പോഴേക്ക് ഇത് നല്ല അടിപൊളി വെയിലാണ്. കയ്യെല്ലാം പൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടിയൂരാണ് എത്തിയിട്ടുള്ളത്. കൊട്ടിയൂരിലെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് ഇത്. കൊട്ടിയൂർ അമ്പലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. വീട്ടിൽ നിന്നൊരു കാലി ചായയും കുടിച്ചിട്ട് ഇറങ്ങിയോണ്ട് ഇതാ കൊട്ടിയൂർ എത്തുമ്പോഴേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ഒരു പഴംപൊരിയും ചായയും കുടിച്ചേ. കാരണം ഇനിയിപ്പം നമ്മൾ ചേക്കാടി എത്തിക്കഴിഞ്ഞാൽ നല്ല ഫുഡ് അടിക്കാൻ വേണ്ടി പോകുന്നതല്ലേ. ഇനി ഇവിടെ നിന്ന് ആകാൻ 40 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ചേക്കാടിയിലേക്ക്. അപ്പോൾ ഇനി അടുത്തത് നമ്മളെ പാൽച്ചുരാണ്. അടിപൊളി വ്യൂ ആണ് പാൽച്ചുരത്ത് നിന്ന്. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് താഴ്ന്ന് മുതൽ മുകളിൽ വരെ. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വീതിയില്ല കേട്ടോ. ഒട്ടും വീതിയില്ലാത്ത റോഡാണ്. നമ്മൾ കയറി പോകുമ്പോൾ എല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ട് പോകണം. ഹറിബറിയായിട്ട് പോകാൻ നിൽക്കരുത്. ബോയ്സ് ടൗൺ മാനന്തവാടി ബത്തേരി ഇതാ നമ്മളെ പാൽച്ചുരം സ്റ്റാർട്ടായി മക്കളെ. അടിപൊളി സംഭവം ഇതാ വരാൻ പോകുന്നു. ഇനിയുള്ളതെല്ലാം മുഴുവൻ നമ്മൾ വ്യൂസാണ്. ഇതാ അവിടെ നോക്കിയാൽ അതിൻ്റെ മുകളിലാണ് വയനാട്. നമുക്ക് മുകളിലാണ് എത്തേണ്ടത്. നല്ല വീതി കുറഞ്ഞിട്ടുള്ള റോഡാണ്. ഇതാ കയറ്റം തുടങ്ങി. ഇതാ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. ചിന്നൊക്കെ കണ്ടില്ലേ? വാവ്. ഞാൻ ഫസ്റ്റ് ടൈം വന്നത് 2019 എൻ്റെ ഈ അവഞ്ചർ എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഷിറു നാട്ടിലെത്തിയത്. അപ്പോൾ അതെടുത്തിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഇടയ്ക്ക് ലോങ് പോയാലോ. ഞാൻ ഫസ്റ്റ് എടുത്ത പാടുള്ള വണ്ടിയാണ്. ഞാനത് ഈ വണ്ടിയായിട്ടൊന്നും ഏലായിട്ടുമില്ല. അപ്പോൾ ഷിറുവിനോട് വെച്ചിട്ട് പറയാം കുഴപ്പം നമുക്ക് പോകാടി, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വയനാട് പോയാലോ. ഞാൻ വിചാരിച്ചത് നമ്മൾ സദാ പോകുന്ന നെടുമ്പൊയിൽ വഴിയായിരിക്കും. ഞാൻ ഓക്കെ പോകാം, നല്ല വീതിയുള്ള റോഡുമാണ്, സെറ്റാണല്ല, സാവധാനം പോയിട്ട് വന്നാലും വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി. അപ്പം പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ താമരശ്ശേരി ചുരം വഴി. നല്ല തിക്കും തിരക്കുള്ള ഒരു ചുരമാണ്. കോഴിക്കോട് നിന്നുള്ള എല്ലാ വണ്ടികളും വയനാട്ടിലേക്ക് മെജോറിറ്റി വണ്ടി കയറുന്നത് ആ റൂട്ടിലൂടെയാണ്. അങ്ങനെ ആ വഴി കയറി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞാൽ വേറെ റൂട്ടുണ്ട്, നെടുമ്പൊയിലല്ല, നമുക്ക് വേറെ റൂട്ടുണ്ട്, പാൽച്ചുരം. ഞാനാണെങ്കിൽ ഇതുവരെ ഈ പാൽച്ചുരം എന്നുള്ള പേര് കേട്ടിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു കൊറോണൻ്റെ സമയത്തെല്ലാമാണ് ഈ പാൽച്ചുരം എന്നുള്ള റൂട്ട് ഫേമസ് ആയത്. മുന്നേ ഉണ്ടെങ്കിലും അങ്ങനെ അധികം ആൾക്കാരൊന്നും പോക്കില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം. പിന്നെ ഇതുപോലെ നല്ല കേട്ടോ, അതിനേക്കാളും കുറച്ച് എന്താ റോഡൊക്കെ വൃത്തികേടായിട്ടുള്ള സമയമാണ്. ഇവിടെ എപ്പം വേണമെങ്കിലും ലാൻഡ് സ്ലൈഡിങ് എല്ലാം വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും ഇതിലൂടെ വരത്തില്ല. അപ്പം ഷിറു എന്നോട് നമുക്ക് പാൽച്ചുരം വഴി പോകാം. ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി സാധനമായിരിക്കും. പാൽച്ചുരം പേരെല്ലാം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു സംഭവം കിട്ടില്ലായിരിക്കുന്നു. ഞാൻ ഓക്കെ പോകാം, നമുക്ക് പാൽച്ചുരം പോവാം. എൻ്റെ മക്കളെ പിടിച്ചില്ലേ. പാൽച്ചുരം എത്തി ആ ബോയ്സ് ടൗണിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്ക് കുത്തനുള്ള ഇറക്കാണ്. മൊത്തം ഇറക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറി പോകുന്നല്ലേ, അത് ഫുള്ള് ഇറങ്ങി ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരേണ്ടത്.
ഓരോ ദിവസം മേലെ എത്തിയിട്ട് താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ മറ്റേ വീഗാലാൻഡിൽ ക്രൂസിലെല്ലാം കയറിയ പോലെ മേലെ എന്തൊരു താഴ്ചയെന്ന് അറിയാം. പിന്നെ ഒന്നാമത് ഫസ്റ്റ് ടൈം ബൈക്ക് എടുത്തിട്ടല്ലോ ആ വണ്ടിയായിട്ടൊന്ന് ഏലാകുന്നതിന് മുമ്പ് എടുത്താലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, ഷിറുവിനോട് ഞാൻ ഫസ്റ്റ് ചോദിച്ചു, ഷിറു ഒന്ന് എടുത്തു തരുമോ, ഞാൻ നടക്കതായോട്ടേക്കെന്ന്. എന്നോട് പറഞ്ഞു അങ്ങനെയാണ്, നീ പിന്നെ ഇങ്ങനെ പഠിക്കലേ, നീ എടുത്തോ, ഒന്നും പേടിക്കണ്ട, ഷിഫ്റ്റ് ചെയ്താൽ മതി, ഗിയർ ഷിഫ്റ്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, നീ എടുത്തോ, ബ്രേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗുരുനാഥനായ ഷിറു പറഞ്ഞ് കേട്ട് ഞാൻ അങ്ങ് എടുത്ത്. പടച്ചോനെ കാത്തോളി എന്നുള്ളത് മനസ്സിൽ വേറൊരു മൂലക്കുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഞാൻ നല്ല സക്സസ്ഫുള്ളായിട്ട് എടുത്ത്. അതോടുകൂടി എനിക്ക് ഈ പാൽച്ചുരം ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ അധികം വയനാട്ടിലേക്ക് പോകുമ്പോൾ പാൽച്ചുരം വഴിയേ പോക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട് ബേബി അച്ഛൽ ഉണ്ടെങ്കിൽ നമ്മൾ കൂത്തുപറമ്പെന്ന് ഓറ് കയറില്ല, അപ്പം അവിടെ നിന്ന് ഓറെ കൂട്ടാൻ വേണ്ടി അതിലൂടെ അങ്ങനെ പോകും. അല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ആണെങ്കിൽ എപ്പോൾ ഈ പാൽച്ചുരം തന്നെയാണ് ചൂസ് ചെയ്യല, നല്ല റോഡാണ്. പിന്നെ ഈ മഴക്കാലത്തെല്ലാം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ലാൻഡ് സ്ലൈഡിങ് ഞാൻ പറഞ്ഞില്ല ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഏത് സമയം എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മളിവിടെ താഴെ എത്തുമ്പോഴായിരിക്കും പറയാം പൂട്ടിയിട്ടേ ഉള്ളത്, കയറാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയം നമ്മൾ തിരിച്ച് നെടുമ്പോയിൽ വഴി പോകേണ്ടി വരും. പിന്നെ ഇവിടുന്ന് വേറെ റൂട്ടുണ്ട്, നെടുമ്പോയിലേക്ക് റൂട്ടുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ഞങ്ങൾ മുമ്പ് വരുമ്പോൾ ഈ റൂട്ടിൽ അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല കേട്ടോ, 1-2 വണ്ടികൾ അങ്ങനെയല്ലേ ഉണ്ടാകല്ലോ. മിക്കപ്പോഴും പിന്നെ ആ സമയം എനിക്ക് തോന്നുന്ന ലോറികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്, കാറുകളെല്ലാം കുറവാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് വണ്ടികളായി ഇവിടെ കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്, അയാൾ നിന്നിട്ട് നോക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നിർത്തിയിട്ട് ഞാവലിന് അവിടെ ഒരു ഞാവൽ മരമുണ്ട്, എന്നിട്ട് അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഷിറു എനിക്ക് കല്ലെടുത്ത് പറഞ്ഞിട്ടെല്ലാം പറിച്ചു തന്നിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പറിച്ചു തന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്, നോക്കിയിട്ട് കയറുക. വാ 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 സൂപ്പർ. ആക്സിഡന്റ് പ്രോൺ ഏരിയ. ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോൾ എന്തായിരുന്നു, ഓഫ് സത്യ. ഇവിടെ ഇത്രയും വീതി ഉണ്ടായിട്ടില്ലേ, ഇപ്പാണ് കുറേ ഭാഗം വീതി വന്നത്. എന്നൊരു ചെറിയ റോഡാണ്. ലോറി വന്ന് ഞാൻ ആകെ പേടിച്ചൊരു വഴിയായി. എന്ത് ചെയ്യും മല്ലയ്യാന്ന് ഷിറു എനിക്ക് കയ്യിലോ ഇതായിട്ട് കരഞ്ഞ് വിളിച്ചതാണ്. ഇപ്പം നല്ല കൂളായിട്ട് അങ്ങ് കയറിപ്പോക്കായി. വീടെന്തോന്ന് നിർത്തിയിട്ടുണ്ടേ, ഇവിടെ ഈ ഒരു ലെവലിൽ നിർത്തിക്കാം. ഇവിടെ വലിയ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടികൾ. ഈ വണ്ടികളൊക്കെ ഇപ്പുറത്താണ് ഉള്ളത്, കാറുകളൊക്കെ ഇപ്പുറമുള്ള. എനിക്കൊന്ന് അത് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ആ ഒരു വണ്ടി ഉണ്ടോ, ഒരു ഇത് എന്താ അതിൻ്റെ പേര്, ഓട്ടോ ടാക്സി പോലത്തെ സംഭവം. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാ ചേട്ടന്മാരെ? എന്താണ്? ബസ് കുടുങ്ങി, അത് പരിചയമില്ലാത്ത ബസ്സായിരിക്കും ഇതിലൂടെ വന്നിട്ടുണ്ടാകാം. ബ്ലോക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്, വണ്ടികളെല്ലാം എടുക്കുന്നുണ്ടേ. ഓ അങ്ങത്തോളം ബ്ലോക്കാണല്ലോ ഷെറു. ഇതാണ് കോമാച്ചി പാർക്ക്. നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഇത് കുറച്ചായി ഇവിടെ ഓപ്പൺ ആയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് നിന്ന് മൈസൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ ഇനി ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് പോകണം, അന്നേരമാണ് ചേക്കാടിയിലേക്ക് എത്താൻ. ഇതിപ്പോൾ നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ റോഡിൽ നിർത്താനോ ഒന്നും പാടില്ല, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇത് നിർത്തുകയൊന്നും ചെയ്യുന്നില്ല, സാവധാനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. ഉച്ച സമയമായതുകൊണ്ട് ഒരുപക്ഷെ കാണാൻ ചാൻസ് ഒന്നുമില്ല. എന്തായാലും ഷിറുവിന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്തെങ്കിലും കാണണമെന്ന്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് എന്തിനെങ്കിലും കാണുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്ക് ഇങ്ങനത്തെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഷിറു കേൾക്കണ്ട ഡയലോഗെല്ലാം. അല്ല വേറൊരു കാര്യമാണ്, ഇപ്പം ആനേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഓട്ടോടും. ഷിറു എങ്ങനെയും കയറി രക്ഷപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലി ഹിൽസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ
ഇതേപോലെ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ രാത്രി 2:30 മണിയായിന്. അപ്പോൾ പെട്ടെന്ന് ഞാനാ ഫസ്റ്റ് കണ്ടത്. ആനയുണ്ട് അവിടെ, ആ ഒരു ദൂരം കണ്ടു. അവിടെ ഇങ്ങനെ നിന്നിട്ട് പുല്ലല്ല എന്നാന്നറിയില്ല, എന്താ തിന്നുന്നു, എന്തൊക്കെ ആവട്ടെ. അത് തിന്നുന്നുണ്ട് അവർ ആ ഷിറു ആനാന്ന് പറയും. ഷിറു ഇതിലൂടെ കയറിയിട്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഷിറു ഫ്രണ്ടിലെത്തി, ഞാൻ ബാക്കിൽ നിർത്തി. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യും ഷിറു? അപ്പോൾ വേഗം റിവേഴ്സ് എടുത്തു. അരക്കാതെ റിവേഴ്സ് എടുക്കാനും കഴിയില്ല, ആകെ കയ്യും കാലിലും വിറച്ചിട്ട് 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് ഓഫായി പോവുകയും ചെയ്യും ഇത് വണ്ടി. എന്നാലും എങ്ങനെയാലും ഞാൻ എടുത്ത് റിവേഴ്സ് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ സൈഡിൽ നിർത്തി നോക്കുമ്പോൾ ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറുകാരനോട് പറഞ്ഞു എലിഫൻറ്റ്. അപ്പോൾ ഷിറു ആന. അയാൾ മലയാളി ആയതുകൊണ്ട് ഭാഗ്യം, അയാൾക്ക് വേറെ കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു ഓക്കെ, പിന്നെ നിങ്ങൾ നമ്മളെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെയാണ് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിയത്. ശരിക്കും ആനനെല്ലാം കാണണമെന്നെല്ലാം വിചാരിക്കും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണാൻ നെർവസ് ആകും കേട്ടോ. എനിക്കെല്ലാം ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. പിന്നെ നമ്മളെ നാട്ടാന പോലെ അല്ലല്ലോ, കാട്ടിലുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അവർ പ്രതികരിക്കുക നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ ചുറ്റി വലിച്ചെറിയും, അവഞ്ചറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഷിറുവിനോട് ഒരു ഡൗട്ട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്നോട് വണ്ടി ഇട്ടിട്ട് ഓടിക്കോളാന്ന്. ആരേ ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടുകയൊന്നും ചെയ്യൂല. അവർ എന്നാൽ പിന്നെ നിന്നെയും വണ്ടിനെ എല്ലാം എടുത്തിട്ട് അങ്ങ് എറിയുമെന്നാണ് പറഞ്ഞു. എന്താ ചെയ്യാ, അടിപൊളി റോഡാണ്, സൂപ്പർ. ഇങ്ങനെയുള്ള റോഡിലൂടെ എത്ര ഓടിച്ചു കഴിഞ്ഞാലും മതിയാവില്ല, വളവും തിരിവും എല്ലായിട്ട്. ഓ നൈസ്. ശരിക്കും ബൈക്ക് റൈഡിങ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റിലാക്സിങ് പരിപാടിയാണ്. അപ്പോൾ നമ്മളിതാ ചേക്കാടിലേക്ക് പോകേണ്ട സ്ഥലത്തി. ഇവിടുന്ന് റൈറ്റിലേക്കാണ് മാറേണ്ടത്. അപ്പം നമ്മളിത് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ, ഈ റോഡ് കുറച്ച് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ റോഡാണ്. അത് അന്ന് ഇങ്ങനെ തന്നെ ഉണ്ടായിന്. അപ്പോൾ എനിക്കൊന്നും ഇവിടെ പണികൾ നടക്കുന്നുണ്ട്, അടുത്തന്നെ ശരിയാക്കുമായിരിക്കും. നല്ല വളക്കൂറുള്ള അടിപൊളി കറുത്ത കളർ മണ്ണ്. ചെടീൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് ഈ മണ്ണെല്ലാം അവിടെ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ നോക്കൂ, വളക്കൂറുണ്ടോ, നല്ല മണ്ണാണോ, കുറച്ച് കൊണ്ടുപോയാലോ. ഷിറു ആദ്യമായിട്ടാണ് ചേക്കാടി വരുന്നത്. ഞാൻ പക്ഷേ എനിക്കൊന്ന് ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിന്. പിന്നെ ചന്ദ്രേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി. അങ്ങനെ ചായ കുടിക്കാൻ ആദ്യം നമ്മൾ 2-3 ആളെല്ലോ സെറ്റാക്കി വെച്ചതായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്ക് എല്ലാവരും മുങ്ങി. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ കുറേ കാലമായിട്ട് പറഞ്ഞു വെച്ചിട്ട് അത് മുങ്ങുമ്പോൾ എന്തോ വരുമല്ലോ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ചായയും കുടിച്ചിട്ട് പോയതാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ചന്ദ്രേട്ടൻ്റെ കടയിലല്ല, വേറൊരു ഷോപ്പിലാണ്. പിന്നെ ആ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മളവിടെ ഊണ് വേണം എന്നുണ്ടെങ്കിൽ ആദ്യമേ വിളിച്ച് പറയണം. അപ്പം ഇന്നലെ ഷിറു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന് 2 ഊണ് വേണം എന്ന്. അപ്പം അത് കഴിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഇതേ റൂട്ട് തന്നെയാണ് ചന്ദ്രേട്ടൻ്റെ കടയിലേക്കും പോയത്. ഈ റിവർ കബനി റിവറാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മങ്കിയിലും വന്ന് മങ്കി വേണ്ടടാ ഓടല്ലടാ, ഞാൻ ഒന്ന് പോയിക്കോട്ടറാ. കബനി പുഴ അതാ നമ്മളങ്ങനെ ക്രോസ് ചെയ്യാൻ പോയെന്ന്. പുഴയിൽ വെള്ളമെല്ലാം വളരെ കുറഞ്ഞു വന്നല്ല. റോഡിൽ ആരില്ലാത്തതുകൊണ്ട് നമ്മളെ ഡാൻസ് കളിച്ചോണ്ടാ പോന്ന്. ഇവിടുന്ന് റൈറ്റിലേക്ക് കുർവാദ്വീപ്. ഇതാ സംഭവം എത്തി കേട്ടാ, അത് ആ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൊക്കേഷൻ എത്തി 150. ഇതുപോലെ മഡ് ഹൗസ് തന്നെയല്ലേ കണ്ടേ? മഡല്ല, എന്നാ വൈക്കോൽ ഹൗസ്. യെസ് 60, 70, 50 യെസ് റീച്ച്ഡ്. ഇവിടെ വെക്കാം അല്ലേ, കാപ്പിക്കട. ഇതാ കാപ്പിക്കട, ഈ തണലത്ത് വെക്കാം. യെസ് അജയകുമാർ KN അതാണെന്ന് തോന്നുന്നുണ്ടേ. അജയേട്ടൻ എന്നാണോ കേട്ടത് ഷിറു? പൂക്കളും ചെടികളും പറിക്കരുത്. നമ്മൾ പിന്നെ ആ സ്വഭാവമില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. ഇതിലൂടെ ഇറങ്ങിയിട്ടല്ലേ പോകുന്ന കാണിച്ചേ, ഇതൊക്കെ തന്നെയാണ്.
എത്തുമ്പോഴേക്ക് ഫുഡൊന്നും റെഡി ആയിട്ടില്ല. ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ അടുത്ത് മഡ് ഹൗസ് ഉണ്ട്, അത് കാണാൻ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാളും മഡ് ഹൗസ് കാണാൻ വേണ്ടി പോകുന്നേ. ഇതാണ് അജേട്ടൻ പറഞ്ഞ മഡ് ഹൗസ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് അജേട്ടൻ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി നോക്കട്ടെ എന്തല്ലേ ഇതിൻ്റെ അകത്തുള്ളതെന്ന്. ഇവിടെ ഉണ്ടല്ലോ 2 മഡ് ഹൗസാണ് ഉള്ളത്, ഒന്ന് ഇതും ഒന്ന് തൊട്ടപ്പുറത്തും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ട്രൈബൽസാണ്. ഇതിൻ്റെ കളറ് പോലും അവർ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു റെഡ് കളറാണ്. ഇത് മണ്ണും പിന്നെ വൈക്കോലും ചാണകവും അങ്ങനത്തെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പിന്നെ ഇയറിൽ ഇവർ കളറ് മാറ്റും, ഗ്രീൻ കളറാക്കുന്നതാണ്. അപ്പോൾ ഗ്രീൻ കളർ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഇലകളില്ലേ അതൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയാം. പിന്നെ അതുപോലെ ഒരു വൈറ്റ് കളറുണ്ട്. വൈറ്റ് കളർ ഈ കിണറിൻ്റെ അടിഭാഗത്തുള്ള പിന്നെ നമ്മൾ ചവിടി, നമ്മളവിടെ ചവിടി എന്നാണ് പറയുന്നത്, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന മണ്ണാണ് ഒരു വഴുവഴുപ്പുള്ള, അത് അരിച്ചെടുത്തിട്ട് അത് ഇതേപോലെ ചാണകമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഴയ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഇവിടുത്തെ പിന്നെ ലൈറ്റ് ആയാലും അതൊക്കെ ട്രൈബൽസ് മറിഞ്ഞത് എടുത്തതാണ്. ജനൽ പോലും നോക്കിയാൽ നിങ്ങൾ പിന്നെ മുളയിൽ ഇങ്ങനെ കീറി എടുത്തിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ തീരെ ചൂടില്ല കേട്ടോ. നല്ല ഈ ഒരു ചൂട് സമയത്തും നമ്മളിവിടെ എത്തുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലാണ് അറിഞ്ഞത് ഈ മഡ് ഹൗസ് ഇവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെ ചിക്കൻ ചുട്ടത് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അജയേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയുടെ ബാക്കിൽ 1-2 ഹട്ടുണ്ട്, അവിടെ പോയി ഇരുന്നോ, കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്തിട്ട് പോയാൽ മതി തന്നെ. അങ്ങനെ അതിനു വേണ്ടി നമ്മളിത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഊനാലുണ്ട്, പിന്നെ ഒരു ചെറിയ ഹട്ടുണ്ട്, അവിടെ പായൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ടെല്ലാം പോവാം. പിന്നെ ഉറങ്ങിയിട്ട് ഷിറു എണീക്കോ എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. കാരണം വെച്ചാൽ അല്ല അവിടുന്ന് ബാക്കിലേക്ക് പോയിക്കോ കിടന്നോ എന്ന് പറയുമ്പോഴേക്ക് തന്നെ വേഗം എണീച്ചിട്ട് ഓടുന്നുണ്ടായി. നല്ലോണം അത് ഉറങ്ങല് ഞാനൊന്ന്, പക്ഷെ നല്ലോണം ചോറ് വെച്ചടിച്ചതാരാ ഷിറു വന്നിട്ടാ. നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ്, പക്ഷെ മടുക്കുന്നില്ല അല്ലേ. നമ്മൾ സാധാരണ ഇവിടെ ഹോട്ടലിലെല്ലാം പോയി തിന്നു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പല്ലേ ഉണ്ടാകുക. പക്ഷെ ഇത് മടുക്കുന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തിന്നുന്ന ആ ഒരു ഫുഡില്ലേ ആ ഒരു ടേസ്റ്റാണ്. പക്ഷെ ഈ അരിക്കും എന്തോ ഒരു വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയ ഷിറുവിനെ കുത്തി എണീച്ചിട്ട് ഒരു കാപ്പിയിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതാ ഉണർന്നിട്ട് എണീച്ച് നടക്കുന്നുണ്ടാ. കാപ്പി കുടിക്കുന്നത് ഞാനത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാപ്പിയായിരുന്നു. ഇത് ഇപ്പം എന്താ ചിക്കറിന്ന് ആഡ് ചെയ്യാത്ത കാപ്പിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഏട്ടൻ്റെ അടുത്ത് വേറെ സ്പെഷ്യൽ കുറേ കാപ്പികളുണ്ട്. അതായത് നെക്സ്റ്റ് മന്ത് മുതൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു തവണയും കൂടെ വരണം ആ കാപ്പിയെല്ലാം കുടിക്കാൻ വേണ്ടി. പിന്നെ ഇനിയിപ്പോൾ കുറുവ ദ്വീപ് പോകാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ കുറുവ ദ്വീപിൽ പിന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, 10-10:30 ആകുമ്പോൾ ക്ലോസ് ആയി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടെല്ലാം റൈഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല കേട്ടോ ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ചേട്ടൻ പറഞ്ഞ ഒരു വഴിയിലൂടെ പോകുന്നത്. ഇതിലൂടെ നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല റോഡാണ്, നിങ്ങൾ പോയി നോക്കുന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കേട്ടോ. ഈ കോഫിയിൽ ചേർക്കുന്ന ചിക്കറി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അപ്പോൾ ചേട്ടനോട് ചോദിച്ചാൽ എന്താ ചിക്കറി ഇത്. കാരണം അവിടുന്ന് കുടിച്ച കാപ്പി നമ്മളെ പണ്ടൊക്കെ കുടിക്കുന്ന ഒരു സാധാ കാപ്പിയിൽ ഒന്നും ഇതിൽ കാപ്പിൻ്റെ മാത്രം ടേസ്റ്റുള്ള കട്ടൻ കാപ്പി അതാണ് അവിടുന്ന് കുടിച്ചത്. അപ്പോൾ നമ്മളെന്താ ചിക്കറി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് ചിക്കറി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം. അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിൻ്റെ വേരും ലീഫും ഒക്കെ. ഇതെന്താ സംഭവം? ഇതിലൂടെ പിന്നെ ഇതാന്ന് തോന്നുന്നുണ്ടല്ലോ, കാട്ടിലൂടെയുള്ള റൂട്ടാണല്ലോ. നമ്മളിതിലൂടെ അന്ന് വന്നിട്ട് നമ്മൾ തിരിച്ചയച്ച റൂട്ട്. എൻ്റെ മക്കളെ, ചായ കുടിക്കാൻ വന്നിട്ട് നമ്മൾ തിരിച്ചയച്ച റൂട്ടാണിത്. ഈ റൂട്ടിൽ വണ്ടികളൊന്നും നിർത്താൻ പാടില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് പാസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മളന്ന് ഇറങ്ങി വീഡിയോസ് എടുത്തുകൊണ്ട് ഇവിടുന്ന് ഫോറസ്റ്റിലെ ആൾക്കാർ പിടിച്ച് നമ്മളെ വഴക്കെല്ലാം പറഞ്ഞ് നമ്മളെ തിരിച്ചയച്ചതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കറി എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ലീഫും പിന്നെ അതുപോലെ വേരെല്ലാം ആഡ് ചെയ്യുന്നതാണെന്നാണ്. അപ്പോൾ ശരിക്കും അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയ കോഫിൻ്റെ ടേസ്റ്റ്, വെറും തനതായ കോഫിൻ്റെ ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല, വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്.
അപ്പം പിന്നെ ഇങ്ങനെ കുറേ അറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നെ. നല്ലോണം സംസാരിക്കുന്ന ഒരു ചേട്ടനാണ്. നമ്മളിരുന്ന് കഥ പറയാം, ഒരു കാര്യം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ ഒരു ദിവസം കൂടെ നമ്മൾ ഇവിടെ വരാൻ വേണ്ടിയെല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽസിൻ്റെ ഫുഡ് നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ അവരെ വീട്ടിലൊക്കെ നമ്മൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിനാണ് അവർ പറഞ്ഞത്. അപ്പോൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരണം. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അതുതന്നെയാണ് നമുക്ക് രണ്ടാൾക്കും ഇഷ്ടം. അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം കൂടി വരണം. നല്ല ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ് ഇത്. എല്ലാവരും അതാ വണ്ടിയെല്ലാം വെച്ചിട്ട് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. നമ്മളേതായാലും ഫോട്ടോസൊന്നും എടുക്കുന്നില്ല അല്ലേ ഷുറോ? എടുക്കുന്നു. യെസ്, അവിടെ കാരണം എന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിർത്തരുത്, ഫോട്ടോസ് എടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം വായിച്ചിട്ട് നമ്മൾ നിയമം പാലിക്കാതെ നിൽക്കൽ ശരിയില്ലല്ലോ. റോഡെല്ലാം അടിപൊളി റോഡാണ്, സൂപ്പർ. എന്തായിക്കോട്ടെ, മോട്ടോർ സൈക്കിൾ റൈഡിങ് എന്ന് പറയുമ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ വൈബ്. നമുക്ക് വെയിലും കൊള്ളാം, തണലും കൊള്ളാം, പിന്നെ ഫുൾ നമ്മളൊരു 360 വൈബാണ് കിട്ടുക. എല്ലാത്തിൻ്റെയും സമ്മിശ്രമായിട്ടുള്ള ഒരു വൈബ്, അടിപൊളി. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലാത്തവർ പറയാം ഇതിനൊക്കെ വട്ടാണെന്ന്. ഇത് നമ്മൾ ഇതുവരെ റൈഡ് ചെയ്യാത്ത ഒരു റോഡാണ്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടില്ല. കുറുവ ദ്വീപ് എപ്പോൾ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ വരാൻ പറ്റലില്ല. പിന്നെ എപ്പോഴും വയനാട്ടിലെത്തി ആ കുറുവ ദ്വീപ് പോകാമെന്ന് പറയും. ഏകദേശം പകുതിക്ക് എത്തുമ്പോഴേക്ക് ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകും. ഇതന്നെയാണ് ഉള്ള പരിപാടി. ഇന്നും ഇതന്നെതാ നമ്മൾ വന്ന് ശരിക്കും ചെക്കാടി കാണാൻ വേണ്ടിയാണ്. പക്ഷെ അവിടുന്ന് കുറുവ ദ്വീപിൽ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഓൺലൈനിലാക്കിയോണ്ട് അതും കിട്ടാണ്ടായി. അവിടുന്ന് ആ ചേട്ടൻ വിളിച്ച് നോക്കുമ്പോഴേക്ക് പിന്നെ എല്ലാം കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കൂടൽക്കടവ് ഓക്കെ. അങ്ങനെ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നമുക്ക് കാട്ടിക്കുളത്തേക്കുള്ള റോഡിലേക്ക് പോകാൻ പറ്റും. നല്ല മെയ് മാസം റാണി പൂത്തിട്ട് നോക്കിയാൽ എന്താ ചോപ്പ്, അടിപൊളി. നമ്മളെ മാതിരി ഇവിടെ കൊല്ലി ഹിൽസിൽ പോയപ്പോൾ അവിടെ ഫുൾ വയലറ്റാണ്. അതിൻ്റെ ആ പൂവിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും ഊട്ടി ഭാഗത്തെല്ലാം വിരിഞ്ഞിരിക്കുന്നത് ആ ഒരു വയലറ്റ് പൂവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊയിലേരി ഭാഗത്തേക്കാണ് മാറേണ്ടത്. നമുക്കൊരു 140 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോണേ. താഴെ 70 അല്ല താഴെ 54. ഇവിടെ സുർഷാ അതിലേക്ക് കയറിക്കോ, ഞാൻ വരാം. കയറിക്കോ. വഴി മാറിപ്പോയി ഗൈസ്. അതല്ല വഴി മാറിയതല്ല ഗൈസ്, സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അപ്പം അത് പിടിച്ചത് കുറച്ചങ്ങോട്ട് എത്തിപ്പോയി. എന്താ ചെയ്യാ, ഫ്രണ്ടിൽ മാപ്പും വെച്ചിട്ടാണ് പോകുന്നത്, എന്നിട്ട് ഒരൊറ്റ പോക്ക്. ഹായ്, നെൽപ്പാടം, അടിപൊളി നെൽപ്പാടം 2 സൈഡിലും സൂപ്പർബ്. നമ്മൾ ശരിക്കും ഇതേപോലെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഓരോരോ അറിവ് കിട്ടുന്നത് കേട്ടോ. ഇന്ന് ഞാൻ അവിടെ പോയിട്ട് കുറേ ആ ചേച്ചിനോട് സംസാരിച്ച്. അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വെള്ളമാണ് അവർ വെച്ച് കുടിക്കുന്നത്. ഒരുപാട് തരം അതായത് നമ്മളെ വീട്ടിന് ചുറ്റുമുള്ള സാധനങ്ങളിലും തന്നെയാണ് ഇവർ വെള്ളം വെച്ച് കുടിക്കുന്നത്. പിന്നെ പറഞ്ഞ ഓരോ ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മളെ തെങ്ങിൻ്റെ വേരില്ലേ, അത് അതിൻ്റെ കഷ്ണം ഇട്ടിട്ട് വേവിച്ചിട്ട് കുടിക്കുന്ന വെള്ളം. പിന്നെ കുറുന്തോട്ടിൻ്റെ ഇല, പിന്നെ തൊട്ടാവാടിൻ്റെ ഇല, പേരക്ക ഇല. പിന്നെ പറഞ്ഞത് ചെമ്പരത്തി പറയുമ്പോഴേക്ക് ചെമ്പരത്തി എത്തി. പിന്നെ അതുപോലെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, നമ്മൾ ആ വയലറ്റ് പൂ വരുന്ന ശംഖുപുഷ്പം. അങ്ങനെ എല്ലാത്തിൻ്റെയും വെള്ളമാണ് അവർ ഓരോ ദിവസവും കുടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിവുകൾ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക മസിലും പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അറിവൊന്നും കിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക എപ്പോൾ ഒരേപോലെ പോവും. അവിടെ നല്ല തണുത്ത ലൈം സോഡ കുടിച്ചപ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ. ചൂടില്ല എന്ന് പറയുന്നു, പക്ഷെ തൊണ്ടയെല്ലാം വറ്റി വരളുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതെന്താ കുറേ ആൾക്കാർ ദാഹജലം വാങ്ങിച്ചുകൊണ്ടോ എന്ന് ഷുറു നമ്മളെപ്പോലെ വറ്റി വരേണ്ട ആൾക്കാരായിരിക്കും. അതാ മദ്യം വാങ്ങിച്ചുകൊണ്ടോന്ന് ആൾക്കാർ.
വാവ്, സംഭാരം. ഫസ്റ്റ് തന്നെ കാണുന്നത് സംഭാരം. ഞാനിപ്പോൾ വയനാട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നാണ് ഗ്രീൻ ടീ എല്ലാം വാങ്ങിക്കൽ. നമ്മുടെ ജിമ്മിൽ ഒരാളുണ്ട്, അവർക്കും പിന്നെ ഗ്രീൻ ടീ വേണം. അപ്പം നമുക്ക് രണ്ടാൾക്കും കൂടി വാങ്ങിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നപാട് കണ്ട് ഇതാ സംഭാരമാണ്. ചൂടായതുകൊണ്ടാണ് സംഭാരം വെച്ചിട്ടുള്ളത്. അപ്പോൾ സംഭാരം കണ്ടു കഴിഞ്ഞാൽ സംഭാരം കുടിക്കാനും ഒക്കെ ശരിയില്ല. നമ്മൾ വയനാട് നിന്ന് പെരി എത്തുമ്പോഴേക്കുണ്ടല്ലോ നമ്മളെ ഡോമിയർ പെട്ടെന്ന് പിന്നെ ഒരു പൊളയുന്ന പോലെ എനിക്ക് ഷുറു സൈഡിലേക്ക് നോക്കുമ്പോഴേക്ക് ചെയിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ക്ലിപ്പുണ്ട്, അത് ഉരുകി പൊട്ടിപ്പോയി. പിന്നെ ഓടിക്കാനും പറ്റാണ്ടായി, ചെയിനൊക്കെ ലൂസായി. എന്നിട്ട് അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ച് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇത് കണ്ണൂരേക്ക് കയറ്റി വിടാനുള്ള പരിപാടിയാണ്. ഷുറു അവിടെ ഇരുന്നോ? യെസ്, മറ്റേ ജഗതി അതിലിരുന്നിട്ടാണ് ഇതിൽ പോകുന്നത് പോലെ. അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തുമ്പോഴേക്ക് സമയം 7 മണിയായിട്ടുണ്ടായിനെ. ഇന്നാണെങ്കിൽ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ പിന്നെ സർവീസ് സെൻ്ററിലും പൂട്ടിയിട്ടേ ഉള്ളത്. വാച്ച്മാനെ വിളിച്ചിട്ടാണെങ്കിൽ അവരെ കിട്ടിയിട്ടുമില്ലേ. അങ്ങനെ നമുക്ക് അറിയുന്ന ഒരു ഹോട്ടലുകാരോട് സംസാരിച്ചപ്പോൾ അവർ കാർ പാർക്കിങ്ങിൽ ഇട്ടോന്ന് പറഞ്ഞേ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.